ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ബേസിക് സയൻസ് ആണ് എക്സാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒബ്സർവ് ദ കാർട്ടൂൺ. ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരു എലഫൻറ്റിനെ തന്നിട്ടുണ്ട്, ഒരു മോസ്കിറ്റോയും തന്നിട്ടുണ്ട്. അപ്പോൾ മോസ്കിറ്റോ എന്തോ പറയുന്നുണ്ട്. ഓ ഹൗ ബിഗ് വിൽ ബി ഹിസ് സെൽ. അപ്പോൾ എലഫൻറ്റിനെ നോക്കി പറയുകയാണെങ്കിൽ എലഫൻറ്റ് എന്തൊരു വലിപ്പമാണ്, എലിഫൻറ്റ് സെല്ലൊക്കെ എന്ത് വലിപ്പമാണെന്ന് പറയുകയാണ്. ഡു യു അഗ്രി വിത്ത് മോസ്കിറ്റോസ് തോട്ട്? ഗിവ് റീസൺസ്. അപ്പോൾ എന്താണ് കൂട്ടുകാർ, ഈ മോസ്കിറ്റോൻ്റെ എന്താ പറയുക മോസ്കിറ്റോൻ്റെ തോട്ടിനെ എഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ കാരണം എഴുതാം, ഇല്ലെങ്കിലും കാരണം എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം നോ ഐ ഡോണ്ട് അഗ്രി. എന്താണ്, ഞാൻ അഗ്രി ചെയ്യുന്നില്ല. ദ സൈസ് ഓഫ് ദ ഓർഗാനിസംസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ സെൽ ബട്ട് ഓൺ ദ നമ്പർ ഓഫ് ദ സെൽ. അപ്പോൾ എന്താണ് ഒരു ഓർഗാനിസത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ദ സൈസ് ഓഫ് ദ ഓർഗാനിസം എന്ന് പറയുന്നത് സെല്ലിൻ്റെ സൈസ് അല്ല, മറിച്ച് എത്ര നമ്പർ ഓഫ് സെൽസ് കൂടുമ്പോൾ, അതായത് നമ്പർ ഓഫ് സെൽസ് കൂടുമ്പോഴാണ് ഒരു ഓർഗാനിസംസ് വലുതാവുക, അല്ലാണ്ട് സെല്ല് വലുതായോണ്ടല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ചീക്ക് സെൽ ഈസ് ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ചീക്ക് സെല്ലിൻ്റെ പല ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ആദ്യം സ്കാർപ്പ് ദ ഇൻറ്റേർണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. പ്ലേസ് ദ ചീക്ക് സ്കാർപ്പ് ഇൻ ദ ഡ്രോപ്പ് ഓഫ് വാട്ടർ ടേക്കൺ ഓൺ ദ സ്ലൈഡ്. വാഷ് ദ മൗത്ത് thoroughly with pure water. Add a drop of stain. Observe the specimen through the microscope. അപ്പോൾ ആദ്യത്തെ തന്നിട്ടുണ്ട് വാഷ് ദ മൗത്ത് thoroughly with clean water. അപ്പോൾ എന്താണ്, മൗത്ത് നന്നായി ക്ലീൻ വാട്ടറിൽ ക്ലീൻ ചെയ്യുക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഏതായിരിക്കും കൂട്ടുകാരെ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താ വരിക? വാഷ് ദ മൗത്ത് thoroughly with pure water. അപ്പോൾ അതൊന്നും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്കാർപ്പ് ദ ഇന്റേണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ വരിക. ഇനി മൂന്നാമത്തെ ഏതാ വരിക? പ്ലേസ് ദ ചീക്ക് സ്കാർപ്പ് ഇൻ ദ ഡ്രോപ്പ് ഓഫ് വാട്ടർ ടേക്കൺ ഓൺ ദ സ്ലൈഡ്. ഇനി നാലാമത്തെ ആഡ് എ ഡ്രോപ്പ് ഓഫ് സ്റ്റെയിൻ. ഒരു ഡ്രോപ്പ് സ്റ്റെയിൻ എടുക്കുക. ദെൻ 5 കവർ ഇറ്റ് വിത്ത് ദ കവർ ഗ്ലാസ്. ഒബ്സർവ് ദ സ്പെസിമെൻ ത്രൂ ദ മൈക്രോസ്കോപ്പ്. അപ്പോൾ അത് കവർ ചെയ്തിട്ട് ആ സ്പെസിമെൻ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ. ദെൻ ഇത് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എന്താ, ഒബ്സർവ് ദ സ്പെസിമെൻ ത്രൂ മൈക്രോസ്കോപ്പ്. അപ്പോൾ 1ഉം 6ഉം അവർ തന്നിട്ടുണ്ട്, ബാക്കി ഇടയിൽ വരുന്നത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ വേരിയസ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നിൽ കെമിക്കൽ ചേഞ്ചും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ എന്തായിരിക്കും കൂട്ടുകാരെ? ഫിസിക്കൽ ചേഞ്ച് ആണ്. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഇനി ആ ഫിസിക്കൽ ചേഞ്ചിൽ 2 എക്സാമ്പിൾസ് എഴുതണം. ഗീ മെൽറ്റ്സ്, ഗീ ഉരുക. ഇനി വേറെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഐസ് മെൽറ്റ്, ഐസ് ഉരുകുന്നത് എഴുതാം. ദെൻ കട്ടിങ് വെജിറ്റബിൾസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി കെമിക്കൽ ചേഞ്ചിൽ എന്താ? മിൽക്ക് ടേൺസ് ടു കേർഡ്, മിൽക്ക് കേർഡാവുന്നത് നമുക്ക് എഴുതാം. കുക്ക്ഡ് റൈസ് എഴുതാം. അതുപോലെ തന്നെ മാംഗോസ് റൈപ്പണ എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ. അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് വൈൽ ബേണിംഗ് എ കാൻഡിൽ. ഒരു കാൻഡിൽ കത്തുമ്പോൾ എന്താണ്, അവിടെ ഫിസിക്കൽ ചേഞ്ചും ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചും ഉണ്ടാവുന്നുണ്ട്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റോട് കൂട്ടുകാർ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്തുകൊണ്ടാണ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വെൻ ഹീറ്റിംഗ് എ കാൻഡിൽ വാക്സ് ഗെറ്റ് മെൽറ്റഡ്. അപ്പോൾ ഒരു കാൻഡിൽ കത്തിക്കുമ്പോൾ എന്താണ്? വാക്സ് മെൽറ്റ് ആവും. വെൻ ദ റിലീസ് ഹീറ്റ് ടേൺസ് ഇൻ ടു വാക്സ്. അപ്പോൾ അത് കഴിഞ്ഞാലോ ഈ ഹീറ്റൊക്കെ കൂടിയിട്ട് വാക്സ് ആവും. വെൻ ദ വാക്സ് ബേൺസ്, ദ വാക്സ് നിയർ ദ ഫ്ലെയിം ബേൺസ് ആൻഡ് ഗീവ് എ ന്യൂ സബ്സ്റ്റൻസസ്. എന്നിട്ട് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ ആക്ടിവിറ്റി 3 നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
എന്താ ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ 2 പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഈ പിക്ചർ നന്നായി ഒബ്സർവ് ചെയ്ത് നോക്കുക. പിക്ചർ 1 പിക്ചർ 2. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഓർഗാനിസം. അപ്പോൾ പിക്ചർ 1 ഏതാണ് കൂട്ടുകാരെ? അമീബയാണ്, അമീബ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പിക്ചറും അതിൻ്റെ പേരും ഒക്കെ കൂട്ടുകാർ പഠിച്ചു വെക്കണം. അപ്പോൾ അമീബയാണ്. ഇനി പിക്ചർ 2 എന്താ? പിക്ചർ 2 യുഗ്ലീനയാണ്, യുഗ്ലീന. വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് ദീസ് ഓർഗാനിസംസ്? ഈ ഓർഗാനിസത്തിൻ്റെ കോമൺ ഫീച്ചർ എന്താണ്? ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ എന്താണ്? രണ്ടും അമീബയും അതുപോലെ തന്നെ യുഗ്ലീനയും എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഇനി എന്താ, അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ പറയുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ടു ഒബ്സർവ് ദീസ് ഓർഗാനിസംസ്. ഈ ഓർഗാനിസത്തിനെ നമ്മൾ കാണാനുള്ള, ഒബ്സർവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്. അപ്പോൾ എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ് വേണം, ഒരു സ്ലൈഡ് വേണം, കവർ ഗ്ലാസ് വേണം, ഹെയ്സോക്ഡ് വാട്ടർ വേണം. ഇനി ആ എക്സ്പെരിമെൻ്റ് എങ്ങനെ നമുക്ക് ഇവയെ കാണാമെന്നാണ് പറയുന്നത്. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹെയ്സോക്ഡ് വാട്ടർ ഓൺ എ സ്ലൈഡ്. ഹെയ്സോക്ഡ് വാട്ടർ ആയിട്ടുള്ള വാട്ടർ നമ്മൾ സ്ലൈഡിൽ എടുക്കുക. പ്ലേസ് ദ കവർ ഗ്ലാസ് ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് കവർ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്? വി ക്യാൻ സീ ടൈനി പാർട്ടിക്കിൾസ് മൂവിങ് ഇൻ ഇറ്റ്. അപ്പോൾ നമുക്കതിൽ ടൈനി പാർട്ടിക്കിൾസ്, അതായത് ഇങ്ങനെ അമീബി, യുഗ്ലീനി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു റിവിഷൻ പോലെ എടുക്കണം കൂട്ടുകാർ. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.